ശശീന്ദ്രനുമായി ബന്ധപ്പെട്ട ഫോൺ വിളി വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിൽ ഒരു കേസിലെ എഫ്ഐആർ ആണ് പുറത്ത് വന്നിരിക്കുന്നത്. ഇതിൽ 9 പേരെ പ്രതിയേർത്തുള്ള എഫ്ഐആർ ആണ് ഇത്. പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ അശ്ലീലം സംപ്രേഷണം ചെയ്യുകയും എഫ് ബിയിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഇതിലൂടെ മന്ത്രിക്ക് മാനഹാനി ഉണ്ടാക്കാൻ ചാനൽ ശ്രമിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാർക്കറ്റിംഗിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പ്രതികൾ ഒരു കുറ്റകരമായ ഗൂഢാലോചന നടത്തിയതെന്നും ഈ എഫ്ഐആറിൽ പറയുന്നുണ്ട്. ഏതായാലും അന്വേഷണം ഇന്നു മുതൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത 2 കേസുകൾ എടുത്തിരുന്നത്. ഇതിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഈ ഗൂഢാലോചനയാണ് ഇപ്പോൾ പ്രത്യേക സംഘം അന്വേഷിച്ചു വരുന്നത്. മിഥുൻ, ചാനലിന് ശക്തമായ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് വ്യക്തമാക്കുന്നതാണ് എഫ്ഐആർ. തീർച്ചയായും എഫ്ഐആറിൽ കുറ്റകരമായ ഗൂഢാലോചന നടന്നതായി പറയുന്നു. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള അന്വേഷണമായിരിക്കും നടക്കുക. IT നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നു. ഏതായാലും അത്തരം ഒരു പശ്ചാത്തലത്തിൽ ഈ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഇതിന്മേൽ ഒരു അന്വേഷണം വരികയാണെങ്കിൽ കൂടുതൽ കർശന നടപടികൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും പ്രതികളെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ വൈകാതെ ഉണ്ടാകുമെന്നും ഇപ്പോൾ പറയാൻ കഴിയും.